ഇന്ന് ഓരോ ദാനപ്രവൃത്തിക്കും ശാശ്വതമായ മൂല്യമുണ്ടെന്ന് ഓർമ്മിക്കുക. യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായം 16-ാം വാക്യത്തിൽ തുടരാം. തന്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദാനത്തിന്റെ നിത്യമായ വീക്ഷണത്തെക്കുറിച്ച് നമുക്ക് ചിന്തിക്കാം. ദൈവത്തിന്റെ ദാനം നിത്യഫലങ്ങൾ ഉളവാക്കി. ജീവിതങ്ങൾ രൂപാന്തരപ്പെട്ടു. സ്വർഗം സന്തോഷിച്ചു. ദൈവം മഹത്വപ്പെട്ടു. വിശ്വാസത്തിൽ നാം കൊടുക്കുമ്പോൾ നമുക്ക് എല്ലായ്പ്പോഴും ഉടനടി ഫലങ്ങൾ കാണാൻ കഴിഞ്ഞേക്കില്ല. പക്ഷേ നിത്യത രേഖ സൂക്ഷിക്കുന്നു. ദൈവരാജ്യത്തിൽ കൊടുക്കൽ ഒരിക്കലും പാഴാകില്ല. രക്ഷിക്കപ്പെട്ട ഒരു ആത്മാവ്, പ്രോത്സാഹിപ്പിക്കപ്പെട്ട ഒരു ഹൃദയം, പുനഃസ്ഥാപിക്കപ്പെട്ട ഒരു കുടുംബം, ഇവ നിത്യമായ പ്രതിഫലങ്ങളാണ്. യഥാർത്ഥ പ്രതിഫലം ഭൂമിയിലെ കരഘോഷമല്ല, സ്വർഗീയ സന്തോഷമാണ്. ഈ ലളിതമായ സത്യം പരിഗണിക്കുക. ഒരു കർഷകൻ വിത്ത് വിതയ്ക്കുകയും ക്ഷമയോടെ കാത്തിരിക്കുകയും ചെയ്യുന്നു. വിളവെടുപ്പ് ഉടനടിയല്ലെങ്കിലും കൊയ്ത്തിന്റെ കാലം തീർച്ചയായും വരുന്നു. കൊടുക്കൽ നിത്യതയിലേക്ക് വിതയ്ക്കുന്നതാണ്. ഞാൻ നിത്യതയെ മനസ്സിൽ വെച്ചുകൊണ്ട് ജീവിക്കുകയും നൽകുകയും ചെയ്യുന്നുണ്ടോ? നമുക്ക് പ്രാർത്ഥനയോടെ ഈ ചിന്ത അവസാനിപ്പിക്കാം. സ്വർഗസ്ഥനായ പിതാവേ, താൽക്കാലിക പ്രതിഫലങ്ങൾക്കപ്പുറം കാണാൻ എന്നെ സഹായിക്കൂ. നിത്യദർശനത്തോടെ കൊടുക്കാൻ എന്നെ പഠിപ്പിക്കൂ. നിന്നെ മഹത്വപ്പെടുത്തുന്ന വിത്തുകൾ എൻ്റെ ജീവിതം വിതയ്ക്കട്ടെ. സ്വർഗത്തിൽ സന്തോഷം കൊണ്ടുവരട്ടെ. യേശുവിൻ്റെ നാമത്തിൽ ആമേൻ.